Hello everyone, welcome back to our channel A Pinch of Love by Lakshmi. ഇതൊരു സ്കിൻ കെയർ വീഡിയോ ആണ്. നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ഫേസ് ക്ലീനപ്പ് ചെയ്യുന്ന അതേ ഇഫക്റ്റ് തന്നെ നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് നമുക്ക് വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് നമ്മുടെ ഫേസ് നന്നായി ക്ലീൻ ചെയ്യാൻ പറ്റും, ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇതിന് വേണമെങ്കിൽ നമുക്കൊരു കൊറിയൻ സ്കിൻ കെയർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കൊറിയൻസ് അവരുടെ സ്കിൻ കെയറിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് റൈസ്. സോ നമ്മുടെ ഇന്നത്തെ ഫേസ് ക്ലീനപ്പിലെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ് ആണ്. പക്ഷേ ഈ ഒരു ഫേസ് ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൊറിയക്കാരനെ പോലെ ഗ്ലാസ് സ്കിൻ കിട്ടും എന്നൊന്നും ഞാൻ പറയില്ല. കാരണം അവരുടെ ഗ്ലാസ് സ്കിൻ കിട്ടുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഡെഫിനറ്റ്ലി അവർ സ്കിൻ കെയർ ചെയ്യുന്ന രീതികൾ, പിന്നീട് അവരുടെ ജനറ്റിക്സ്, അവർ പാരമ്പര്യമായിട്ട് നമുക്ക് കണ്ടറിയാം എല്ലാവരും ഒരേപോലെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ജനറ്റിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അവരുടെ സ്കിൻ അത്രയും ഗ്ലാസ് പോലെ ആവുന്നത്. പിന്നെ ഒന്ന് അവരുടെ ഫുഡ് ആൻഡ് ക്ലൈമറ്റ്, അങ്ങനെ പലതും ഉണ്ട്. സോ നമ്മൾ കുറേ എന്തൊക്കെയോ ചെയ്താലും അവരുടെ പോലെ അവരുടെ പോലെ സ്കിൻ കിട്ടും എന്ന് ഞാൻ ഉറപ്പൊന്നും പറയില്ല. പക്ഷെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പിമ്പിൾസ്, പിന്നെ പാടുകൾ, പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഡ്രൈ ആവുന്ന, അതൊക്കെ മാറ്റി നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കളറിനെ നമുക്കൊന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വയ്ക്കാൻ പറ്റും. അതിന് പറ്റിയ ഒരു ഫേസ് ക്ലീനപ്പ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി അമർത്തിയ ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഫേസ് ക്ലീനപ്പിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസ് ആണ്. സോ ഇത് 2-3 പ്രാവശ്യം കഴുകി തലേ ദിവസം രാത്രി വെള്ളത്തിൽ വച്ചിരിക്കുന്ന റൈസാണ്. ഈ ഒരു റൈസ് വാട്ടർ നമ്മൾ കളയാൻ പാടില്ല. നമുക്ക് അതിൽ നിന്ന് കുറച്ച് അരിയെടുത്ത് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. നമ്മുടെ ഫേസ് ക്ലീനപ്പിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിനായിട്ട് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന അരി എടുത്ത് അത് നന്നായി പിഴിഞ്ഞ് അതിൻ്റെ സ്റ്റാർച്ച് എടുക്കുക ചെയ്യുന്നത്. ഈ ഒരു ക്ലെൻസിങ് ഒരു ഓയിൽ ബേസ്ഡ് ക്ലെൻസിങ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലെ നാച്ചുറൽ ഓയിൽസ് ആയിട്ടും സ്കിൻ ആയിട്ട് ഇത് പെട്ടെന്ന് മിക്സ്ഡ് ആവും. നമ്മുടെ മുഖത്തുള്ള മേക്കപ്പിൻ്റെ അംശങ്ങൾ ഇരിപ്പുണ്ടെങ്കിൽ അത് അലിയിക്കാനും പൊടി, ചെളി അങ്ങനെയുള്ളതൊക്കെ മാറ്റാനും ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഓയിൽ ബേസ്ഡ് ക്ലെൻസിങ്. അരി നന്നായി പിഴിഞ്ഞ് അതിൻ്റെ സ്റ്റാർച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടേത് ഒരു ഓയിൽ ബേസ്ഡ് ക്ലെൻസർ ആയതുകൊണ്ട് കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ അത്യാവശ്യമാണ്. അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് അലോവേര ജെല്ലാണ്. അലോവേര ജെൽ ഒരു നാച്ചുറൽ മോയ്സ്ചറൈസറാണ്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ക്ലെൻസിങ്ങിനായിട്ട് ഞാനിവിടെ ഒരു കോട്ടൺ പാഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ക്ലെൻസറിൽ മുക്കി നമ്മുടെ ഫേസിൽ എല്ലാം നന്നായി ക്ലീൻ ചെയ്യുക. നമ്മുടെ ഹെഡ് ലൈനിലും മൂക്കിൻ്റെ സൈഡിലൊക്കെ നന്നായി ക്ലീൻ ചെയ്യണം. സോ ഇതൊരു ഓയിൽ ബേസ്ഡ് ക്ലെൻസർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തുള്ള ഡേർട്സ് എല്ലാം മാറാൻ വളരെയധികം സഹായിക്കും. നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു വാം വാട്ടർ ഉപയോഗിച്ച് മുഖം നന്നായി കഴുകി ഒന്ന് തുടച്ചെടുക്കാം. തുടയ്ക്കുമ്പോൾ ഉരച്ച് തുടയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് സ്പോഞ്ച് ചെയ്യാവൂ. അടുത്ത നമ്മുടെ സ്റ്റെപ്പ് 2 എക്സ്ഫോലിയേഷൻ അല്ലെങ്കിൽ സ്ക്രബിംഗ് ആണ്. ഇതിനായിട്ട് നമ്മൾ വെള്ളത്തിൽ വച്ചിരിക്കുന്ന അരിയുടെ ഒരിത്തിരി എടുത്ത് നമ്മൾ അരയ്ക്കുകയാണ്. നന്നായി പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട, ഒരിത്തിരി തരി പോലെ ഇരിക്കണം നമ്മുടെ സ്ക്രബ്ബർ. നമ്മൾ ഗ്രൈൻഡ് ചെയ്ത റൈസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് 1 ടീസ്പൂൺ ഹണി ചേർക്കണം. ഹണി നമ്മുടെ ഫേസിന് നാച്ചുറലായിട്ട് ഗ്ലോ തരുന്ന ഒന്നാണ്. ഇനി സ്ക്രബ്ബർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫേസ് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫേസിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഡെഡ് സ്കിൻസ് കളയാൻ ഇത് വളരെയധികം സഹായിക്കും. നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ മൂക്കിൻ്റെ സൈഡിലും ഹെഡ് ലൈൻസിലും എല്ലാം സ്ക്രബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആഴ്ചയിൽ 1 തവണ മാത്രമേ നമ്മൾ സ്ക്രബിങ് ചെയ്യാവൂ. അല്ലാതെ ഡെയിലി ചെയ്താൽ നമ്മുടെ സ്കിൻ ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ട് കൂടി സ്ക്രബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചുണ്ടിലുണ്ടാകുന്ന ഡെഡ് സ്കിൻസ് കളയാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നന്നായി സ്ക്രബ് ചെയ്തതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ ഫേസ് കഴുകി വെള്ളം ഒപ്പിയെടുക്കുക.
നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് 3 സ്റ്റീമിംഗ് ആണ്. സ്റ്റീമിങ്ങിനായിട്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാം. വെള്ളം തിളപ്പിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും എസൻഷ്യൽ ഓയിൽസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് തുളസി ഇട്ടായാലും മതി. വെള്ളം നന്നായി തിളച്ച ശേഷം നമ്മുടെ ഫേസ് ഇതുപോലെ കവർ ചെയ്ത് നമുക്ക് സ്റ്റീം ചെയ്യാം. സ്റ്റീം ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഫേസ് സോഫ്റ്റ് ആകാനും നമ്മുടെ ഫേസിലുള്ള പോസ് എല്ലാം ഓപ്പൺ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളിനി അടുത്ത് യൂസ് ചെയ്യാൻ പോകുന്ന ഫേസ് മാസ്ക് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് വലിച്ചെടുക്കാൻ ഇത് വളരെയധികം സഹായിക്കും. നമ്മുടെ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് കളയാനും ഇത് ഉപകരിക്കും. അടുത്തത് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 4 ഫേസ് മാസ്ക് ആണ്. ഫേസ് മാസ്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ തിളപ്പിച്ച റൈസിൻ്റെ സ്റ്റാർച്ച് എടുക്കാം. അതിലേക്ക് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത റൈസിൻ്റെ വാട്ടറി പോർഷൻ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മിക്സിലേക്ക് നമുക്ക് അല്പം ഹണി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഗ്രാം ഫ്ലോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, നമ്മുടെ കടലപ്പൊടി. കടലപ്പൊടി നമ്മുടെ ഫേസിലുണ്ടാകുന്ന ടാൻസ്, ഡാർക്ക് സ്പോട്ട്സ് എല്ലാം കളയാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുകൂടാണ്ട് നമ്മുടെ ഫേസ് ഗ്ലോ ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഫേസ് മാസ്ക് നമ്മുടെ ഫേസിൽ എല്ലായിടത്തും നമുക്ക് പുരട്ടി കൊടുക്കാം. പുരട്ടുമ്പോൾ നമ്മുടെ കഴുത്തിലും കൂടി പുരട്ടാൻ മറക്കരുത്. ഈ ഒരു മാസ്ക് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ നമുക്ക് ഫേസ് കഴുകി കൊടുക്കാം. എല്ലാ ദിവസവും ഈ ഫേസ് മാസ്ക് യൂസ് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്ത ശേഷം എൻ്റെ ഫേസ് നന്നായി ഗ്ലോ ചെയ്യുകയും നല്ല സോഫ്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 5 ഒരു ടോണറാണ്. ടോണറിന് വേണ്ടി നമ്മൾ തലേ ദിവസം അരി ഇട്ട് വച്ചിരുന്ന വെള്ളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഒരു നാച്ചുറൽ ടോണറാണ്. നമ്മൾ നേരത്തെ സ്റ്റീമിങ് ചെയ്ത് നമ്മുടെ പോർസ് എല്ലാം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഫേസ് മാസ്ക് യൂസ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മുടെ പോർസ് എല്ലാം ക്ലോസ് ചെയ്യേണ്ട സമയമായി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടോണർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിൻ്റെ pH ലെവൽ ബാലൻസ് ചെയ്യാനും ഇത് സഹായിക്കും. നമ്മുടെ 6th ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസർ ഫേസിൽ പുരട്ടുക എന്നതാണ്. നമ്മൾ എല്ലാ ദിവസവും മോയ്സ്ചറൈസർ പുരട്ടുന്നത് വളരെയധികം നല്ലതാണ്. മോയ്സ്ചറൈസർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നത് നമ്മൾ തിളപ്പിച്ച് വെച്ച അരിയുടെ സ്റ്റാർച്ചാണ്. അടുത്തതായി യൂസ് ചെയ്യുന്നത് അലോവേര ജെല്ലാണ്. നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെൽ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. അതിനുശേഷം ഞാൻ ഇത്തിരി കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ അതും അല്ലെങ്കിൽ ഒലിവ് ഓയിലോ നമുക്ക് ഇതിന് യൂസ് ചെയ്യുന്നതാണ്. ഈ 3 ഇൻഗ്രീഡിയൻറ്റ് നന്നായി മിക്സ് ചെയ്ത ശേഷം അതിൽ ഒരു തുള്ളി എടുത്ത് നമുക്ക് നന്നായി കയ്യിൽ പുരട്ടി നമ്മുടെ ഫേസിൽ എല്ലായിടത്തും പുരട്ടി കൊടുത്ത് മസാജ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഹോം മെയ്ഡ് മോയ്സ്ചറൈസർ നമ്മുടെ ഫേസ് നന്നായി സോഫ്റ്റ് ആക്കാനും ഹൈഡ്രേറ്റ് ആക്കാനും അതുപോലെ തന്നെ നല്ല ഗ്ലോ ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാവുന്നതാണ്. ഇതോടുകൂടി നമ്മുടെ ഫേസ് ക്ലീനപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഫേസ് നന്നായി ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനും നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ടാൻസ് ആൻഡ് ബ്ലാക്ക് ഹെഡ്സ് എല്ലാം റിമൂവ് ചെയ്യാനും ഒരു നാച്ചുറലായിട്ട് ഗ്ലോ തരാനും ഈ ഒരു ഫേസ് ക്ലീനപ്പിന് പറ്റാവുന്നതാണ്. ആഴ്ചയിൽ ഒരു തവണ നമുക്ക് ഈ ഒരു ഫേസ് ക്ലീനപ്പ് ചെയ്യാം. ഈ ഒരു ക്ലീനപ്പ് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഇതിന് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ആഴ്ചയിൽ ഒരിക്കൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഒരു മാസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഡെഫിനറ്റ്ലി ആയിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ സ്ക്രബിങ്, എക്സ്ഫോലിയേഷനും സ്റ്റീമിങ്ങും എന്നും ചെയ്യരുത്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ചെയ്യാവൂ. പക്ഷേ ക്ലെൻസിങ്, സ്ക്രബ്, ഫേസ് പാക്ക് ഇടൽ, ടോണിങ്, മോയ്സ്ചറൈസിങ് ചെയ്യുന്നതൊക്കെ നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്ത് എന്തായാലും 1 മന്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് റിസൾട്ട് വരും, അത് ഉറപ്പാണ്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഞാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.